നമസ്കാരം. ഞാൻ ഡോക്ടർ ഫിർദൗസ് ഇക്ബാൽ, ചങ്ങമ്പള്ളി, ചീഫ് ഫിസിഷ്യൻ, ചങ്ങമ്പള്ളി വൈദ്യഭവൻ. ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് അമിതവണ്ണത്തെക്കുറിച്ചാണ്. ഒബേസിറ്റി എല്ലാവരെയും അലട്ടുന്ന പ്രശ്നങ്ങളിൽ ഒരു പ്രധാനപ്പെട്ടതാണ് അമിതവണ്ണം. എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത് മെലിഞ്ഞ് സുന്ദരനും സുന്ദരിമാരും ആയിട്ടിരിക്കാനാണ്. അതിന് എന്ത് ചെയ്യാമെന്ന് നോക്കാം. ആക്ച്വലി ഇന്ന് പറയാൻ പോകുന്നത് ഇതിന് വേണ്ട ചികിത്സയല്ല, അതിനേക്കാൾ ഉപരി എങ്ങനെ ഒബേസിറ്റിയെ ചികിത്സിക്കണം, എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ചാണ്. കാരണം നിങ്ങൾ ഒരുപാട് വിധികൾ, വണ്ണം കൂടുതലുള്ള ആളുകൾ ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് ഒരുപാട് മെത്തേഡ്സ് ഇതിന് വേണ്ടിയിട്ട് കേട്ടിട്ടുണ്ടാവും, പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടാവും. പക്ഷേ അതിനൊരു റെഗുലറായിട്ട് എങ്ങനെ പോകണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. കുറേ ദിവസം ഒരു കാര്യം ചെയ്യും, പിന്നെ കുറേ ദിവസം വേറൊരു കാര്യം ചെയ്യും, അങ്ങനെയായിരിക്കും പലരും പോകുന്നത്. അപ്പോൾ അതിന് എങ്ങനെയാണ് ഒബേസിറ്റിയെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഒബേസിറ്റിയുടെ കാരണം കണ്ടുപിടിക്കുക. ഈ കാരണം എന്ന് പറയുമ്പോൾ അത് ഫാമിലി ടെൻഡൻസി ആണെങ്കിൽ, ജെനറ്റിക്കൽ ആണെങ്കിൽ അതിന് നമ്മൾ വണ്ണം കുറച്ച് കൊണ്ടുവരുന്നതിന് നല്ല പ്രയാസമാണ്. ഒരു പരിധിയുണ്ട്, ഒരു പരിധിക്കപ്പുറം അത്തരക്കാരിൽ വണ്ണം കുറയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഫാമിലി ടെൻഡൻസി വണ്ണം ഉള്ളവരാണെങ്കിൽ പോലും ഇപ്പോഴത്തെ ഭക്ഷണശൈലി പ്രകാരം വണ്ണം നമ്മുടെ പഴയ തലമുറയേക്കാളും കൂടിയിട്ടുണ്ടാവാം. അത്രയും കാര്യങ്ങൾ നമുക്ക് കുറക്കാൻ പറ്റും. കാരണം നമ്മളെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസിനോ എത്ര വണ്ണമാണോ ഉണ്ടായിരുന്നത് അതിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ അത് പ്ലസ് നമ്മുടെ ജീവിതശൈലി കൊണ്ട് ഉണ്ടായതായിട്ടുള്ള വണ്ണം കൂടുതലുണ്ടായിരിക്കും. ആ വണ്ണം നമുക്ക് എന്തായാലും കുറക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളുടെ ഹൈറ്റ്, ഒരാളുടെ പൂർണ്ണ വളർച്ചെത്തിയ ഒരാളുടെ ഹൈറ്റ് എല്ലാവർക്കും അറിയാം, ജെനറ്റിക്കലാണ്, അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ഇതുപോലെ തന്നെയാണ് വണ്ണത്തിൻ്റെ കാര്യവും. പക്ഷേ അതോടൊപ്പം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്തരം ഒബേസിറ്റിയും കുറക്കാൻ പറ്റും, ഞാൻ ഈ പറഞ്ഞ അളവിൽ. പിന്നെ അടുത്ത കാര്യം ഭക്ഷണം തന്നെയാണ്. ഭക്ഷണത്തിലുള്ള എന്തൊക്കെ തരം ഭക്ഷണമാണ് കഴിക്കേണ്ടത്, ഏത് സമയത്താണ്, എങ്ങനെയാണ് കഴിക്കേണ്ടത്, ഇത് ഓരോ പേഷ്യൻറ്റിനും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഒബേസിറ്റി പേഷ്യൻസിന് ഞാൻ ഇവർക്ക് വേണ്ട ഒരു നിർദ്ദേശങ്ങൾ കൊടുക്കാറാണ് പതിവുള്ളത്. അത്തരം ആളുകൾക്ക് നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല ഭംഗിയായിട്ട് മെലിഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ കഴിയാറുണ്ട്. ഞാൻ അവരോടെല്ലാം പറയും, ഇത് ഡോക്ടറുടെ മെഡിക്കല്ല, നിങ്ങളുടെ മെഡിക്കാണ്, ഞാൻ പറഞ്ഞു നിങ്ങൾ അനുസരിച്ചു. അതാണ് അതിലത്തെ ഒരു കാര്യം. പിന്നെ വേറൊന്നുള്ളത്, ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ കാരണം നമുക്ക് അമിതവണ്ണം വരാം. അപ്പോൾ അതിനു വേണ്ടിയിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒബേസിറ്റിയുടെ കാരണമാണ് അവിടെ നമ്മൾ കണ്ടെത്തേണ്ടത്. പിറ്റ്യൂട്ടറി അഡിനോമ മുതലുള്ള പല രോഗങ്ങൾ, നമ്മുടെ ബ്രെയിനിലുള്ള രോഗങ്ങൾ, വേറെ ഓരോ അവയവങ്ങളിലുള്ള രോഗങ്ങളും പിന്നെ ഒബേസിറ്റിക്ക് കാരണമാവാറുണ്ട്. ലിവർ ഫാറ്റ് കൂടുന്നത് കൊണ്ട്, പിന്നെ അതല്ലാതെ ഫാറ്റ് മെറ്റബോളിസം ശരിക്കും നടക്കാത്തത് കൊണ്ട്, കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് ഫാറ്റ് മാത്രം അബ്സോർബ് ചെയ്യുന്ന ശരീരപ്രകൃതിയുണ്ട്. കാരണം ഇതൊക്കെ ആയുർവേദത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ നമ്മളൊരു ബിരിയാണി കഴിക്കുകയാണെങ്കിൽ ആ ബിരിയാണിയിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പിന്നെ അരിയുണ്ട്, പിന്നെ മാംസമുണ്ട്, നെയ്യുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ചില ബോഡി എന്ത് ചെയ്യും, ഇതിലത്തെ ഫാറ്റ് മാത്രം അബ്സോർബ് ചെയ്യും. നമുക്ക് ആവശ്യമുള്ള മറ്റു സാധനങ്ങളൊക്കെ അതിലുണ്ട്, അത് അബ്സോർബ് ചെയ്യുന്നേ ഇല്ല. ഇത്തരം പ്രകൃതിക്കാരെ നമുക്ക് ചികിത്സ കൊണ്ട് മാറ്റം വരുത്താൻ പറ്റും. കാരണം ഇവിടെ നമ്മൾ വരുന്നത് അവർക്ക് കിട്ടിയ ഫാറ്റുള്ള എന്ത് ശരീരത്തിൽ ചെന്നാലും അത് കംപ്ലീറ്റ് അങ്ങ് വാങ്ങി സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ പിന്നെ അതിന് കൂടെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഉണ്ടല്ലോ. നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം തിളപ്പിച്ച് കുടിക്കാനും ഒക്കെ അങ്ങനത്തെ പല മെത്തേഡിലും നമ്മൾ പറയുന്നതാണ്. ഇതൊക്കെ ഇതിലുണ്ടായിട്ടും അവിടെ നമുക്ക് പ്രയോജനം കിട്ടുന്നില്ല. അത് ഫാറ്റ് സ്റ്റോറേജ് ചെയ്യുന്ന ഫാറ്റ് സ്റ്റോറേജിലുള്ള ചില പിഴവുകൾ കാരണമാണെന്നാണ് ആയുർവേദം വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. അതിന് ഒരുപാട് തിയറികൾ ആയുർവേദത്തിലുണ്ട്. ആ തിയറി പ്രകാരം നമ്മളിപ്പോൾ കുറേ സാധനങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ചേർന്നത് പുറത്ത് കൊണ്ടുവന്ന് ഇട്ട് വന്നാൽ പലതരം പക്ഷികൾ വന്നിട്ട് എടുത്തു കൊണ്ടുപോകുമ്പോൾ അവയ്ക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തു കൊണ്ടുപോകും. അതുപോലെ നമ്മുടെ ശരീരത്തിലെ രസങ്ങളിൽ അതിന് ഏത് ദഹനരസമാണോ മുന്നിട്ട് നിൽക്കുന്നത് ആ സാധനം മാത്രം കൊണ്ടുപോകും. കാരണം ഫാറ്റ് ഇഷ്ടമുള്ളത്
ഫാറ്റ് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും. ഫാറ്റ് ഇഷ്ടമില്ലാത്ത ടൈപ്പ് ഓഫ് ബോഡി ദഹനരസങ്ങളാണ് അതിലുള്ളതെങ്കിൽ ആ ഫാറ്റിനെ ദഹിപ്പിച്ച് കളയും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ചില ആളുകൾ എന്ന് പറയുമ്പോൾ ഇത്തരം ഭക്ഷണം കഴിച്ചാൽ അവർക്ക് ഭയങ്കരമായിട്ട് വയറിളകി പോകുന്ന ആളുകളുണ്ട്. കാരണം ഇത്തരം ഫുഡ് എന്ത് തട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വയറിളകി പോകും. ഇത്തരം ആളുകൾ മെലിഞ്ഞിരിക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മുടെ ഈ മെറ്റബോളിസത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലായാലും നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ് കാരണം എന്നതാണ്. പിന്നെ പ്രസവശേഷമുള്ള അമിതവണ്ണം, പിന്നെ ഒരു പ്രായത്തിന് ശേഷമുള്ളത്, പിന്നെ വിശ്രമം കുറവുള്ളത്, മീൻസ് വിശ്രമം കൂടിയതുകൊണ്ട്, മീൻസ് ഒരേ സെഡൻറ്ററി ഹാബിറ്റ് ഇരുന്നിട്ടുള്ള ജോലിക്കാർ, അങ്ങനെയൊക്കെയുള്ള ആളുകളിൽ വയറും പിന്നെ തുടകളൊക്കെ വണ്ണം വെക്കുന്നത് കാണാം. അതിലൊക്കെ വേറെ വേറെ ചികിത്സകളാണ് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ആയുർവേദത്തിൽ 2 കാറ്റഗറി ആയിട്ട് ഇവർ പറയും. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ മേധസ്സാണ് കൂടുന്നത്, എന്ന് വെച്ചാൽ കൊഴുപ്പ്. വേറൊരു കൂട്ടരിൽ കൂടുന്നത് മസിൽ ബൾക്കാണ്. അത് രണ്ടും രണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അതിന് രണ്ടിനുള്ള മെഡിസിൻസും ഭക്ഷണക്രമവും വേറെയാണ്. അത് നമ്മൾ ഓരോന്ന് എണ്ണി പറയുമ്പോൾ വീഡിയോ 2-3 മണിക്കൂർ പോകും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. പക്ഷേ ഈ ഫാക്ടർ എന്താണ്, നിങ്ങളിൽ വണ്ണം കൂടാനുള്ള ഫാക്ടർ എന്താണെന്ന് കണ്ടെത്തുക, എന്നിട്ട് അതിനനുസരിച്ചിട്ട് പോവാം. ചില പേഷ്യൻസ് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാറുണ്ട്, ഡോക്ടറെ ഞാൻ പച്ചവെള്ളം കുടിച്ചാൽ പോലും വണ്ണം വയ്ക്കുന്നു. ശരിയാണ്, അത്തരം ഒരു കൂട്ടരുണ്ട്. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ രസം, രക്തം, മാംസം, മേധ, അസ്ഥി, മജ്ജ എന്നുള്ള കുറേ 6 തരം ടിഷ്യൂസ്, 7 തരം ടിഷ്യൂസ് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്റ്റെം സെൽസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇതിൽ ഒന്നിനെ പരിപോഷിപ്പിച്ച് അടുത്തതിലേക്ക് പോവുകയും അത് നല്ല ഒരു വേസ്റ്റ് മെറ്റീരിയൽ പുറന്തള്ളുകയും ചെയ്യാണ്. പക്ഷെ ഈ ഒബേസിറ്റി എന്ന് പറയുന്നത് പിന്നെ ഒരു അസുഖം എന്നുള്ള രൂപത്തിലുള്ളവരിൽ ഈ വേസ്റ്റ് മെറ്റീരിയൽ ഒന്നും പുറത്തു പോകില്ല. അതെല്ലാം ഓരോരോ അവയവങ്ങളിലും സ്റ്റോർ ചെയ്യും. അത് കിഡ്നിയിൽ സ്റ്റോർ ചെയ്താൽ കിഡ്നിയുടെ രോഗമായിട്ട് മാറും, ലിവറിൽ സ്റ്റോർ ചെയ്താൽ ലിവറിൻ്റെ രോഗമായിട്ട് മാറും. ഇനി അതല്ല പാൻക്രിയാസിലാണ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒബേസിറ്റി മൂലമുള്ള ഡയബറ്റിക് ആയിട്ട് മാറും. പിന്നെ ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കും. നമുക്ക് മടി അല്ലെങ്കിൽ അലസത, പിന്നെ ഒന്നിനും ഉന്മേഷമില്ലായ്ക, പിന്നെ മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റേജ്, ഇതെല്ലാം ഈ ഒരു ഒറ്റ ഒബേസിറ്റി കൊണ്ട് വരും. പക്ഷെ അതിനെല്ലാം കൂടി ആയുർവേദത്തിൽ പറയുന്ന മെത്തേഡ് എന്ന് പറയാൻ പ്രകുപിതമായ കഫത്തിനെ ഉള്ളിൽ നിന്നും പുറന്തള്ളുക എന്നുള്ളതാണ്. ഇതിനുള്ള മെത്തേഡ് പഞ്ചകർമ്മയിലെ വമനം എന്നുള്ള ചികിത്സയാണ്. ഇത് റെഗുലറായിട്ട് കൃത്യതയോടെ ഡോക്ടർ നിർദ്ദേശപ്രകാരം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറഞ്ഞ നിലയിലുള്ള ഫുഡ് കൺട്രോളും കൂടി ആയിട്ടുണ്ടെങ്കിൽ ഒബേസിറ്റി എന്ന ഇഷ്യൂവിനെ നമുക്ക് മറികടക്കാൻ കഴിയുന്നതാണ്. ഒബേസിറ്റി ഉള്ള ആളുകളിൽ കഴിക്കാവുന്ന ഒരു ടിപ്പ് കൂടി പറയാതെ പോയാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. ഇതിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് നെല്ലിക്കയാണ്. നെല്ലിക്ക ജ്യൂസായിട്ടോ വെള്ളം തിളപ്പിച്ചിട്ടോ കുടിക്കുന്നത് നല്ലൊരു ശതമാനം ഒബേസിറ്റിക്ക് പറ്റും. ഈ ഒരു മരുന്ന് ഞാൻ പ്രിഫർ ചെയ്യാനുള്ള കാരണം അതിൽ വൈറ്റമിൻ സി ധാരാളമായിട്ടുള്ളത് കൊണ്ട് നമുക്ക് വേറെ ദോഷങ്ങൾ അങ്ങനെ വരില്ല. പിന്നെ ആയുർവേദത്തിൽ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒബേസിറ്റിയുടെ മെഡിസിനായിട്ട് പറഞ്ഞിട്ടുള്ളത് വേങ്ങാക്കാതലാണ്. അത് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിൻ്റെ അണ്ടർലൈൻ കോസ് ട്രീറ്റ് ചെയ്യാതെ, അഥവാ ട്രീറ്റ് ചെയ്യാതിരിക്കുന്നത് മാത്രമല്ല, അത് മനസ്സിലാക്കാതെ ഒബേസിറ്റി ചികിത്സിച്ചിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ എല്ലാവരും സുന്ദരന്മാരും സുന്ദരിമാരുമായി മെലിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ ഒന്ന് അനുസരിച്ച് നോക്കുക. നന്ദി, നമസ്കാരം.